വസ്ത്രം സ്പീഡ് കൂടി. ഹലോ, നമ്മൾ വീണ്ടും ഒരു എന്താണ് നമ്മൾ സ്ഥലത്ത് പോവാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പോയതിനൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ടായില്ല. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ച വീട് ക്ലീൻ ചെയ്യണ്ടായിരുന്നു, പിന്നെ ഷോപ്പിംഗ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആഴ്ചയും പോലെ നടക്കൂല, റെസ്റ്റ് വേണം. അങ്ങനെ കഴിച്ച് നമ്മള് പോയിട്ടുണ്ടായില്ല. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഓണം വ്ളോഗ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ കാര്യമായിട്ട് കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് നമ്മൾ ഓൾറെഡി ലേറ്റായി. ഇന്ന് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കൂടി വീക്കെൻഡ് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. മോൺട്രംപ്ലാൻഡോ എവിടെ ഓക്കെ അങ്ങനെ ഒരു സ്ഥലത്താണ് പോണേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. അടിപൊളിയാണെങ്കിൽ ഞാൻ കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒക്ടോബർ ആയില്ലേ, ഒക്ടോബറിൽ നമുക്ക് ഫോൾസിൻ്റെ സമയമാണ്. മരങ്ങളൊക്കെ മൊത്തം നല്ല കളറൊക്കെ മാറി, ചുമപ്പുണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ നല്ല രസമാട്ടോ. കാക്കു ഇവിടെ അല്ല, കല്യാണത്തിന് മുന്നേ തുടങ്ങിയിരിക്കണ ഈ ഒരു മാസത്തിനെ പറ്റി പറഞ്ഞിരിക്കില്ല. അപ്പൊ നോക്കട്ടെ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഫാൾസിന്റെ ടൈമാണ്. ഇപ്പൊ തണുപ്പായി, ഒക്ടോബർ ആയി കഴിഞ്ഞാൽ ക്യാൻഡൽ ഏകദേശം തണുപ്പായി തുടങ്ങി. ഒക്ടോബർ എൻഡോട് കൂടി മരത്തിലെ ഒരുവിധ ഇലകളൊക്കെ പോയിട്ടുണ്ടാവും. ഇവൻ ചെറിയ ചെടിച്ചട്ടിയിലുള്ള ചെടി പോലും, കുഞ്ഞു ചെടികൾ പോലും കളറൊക്കെ മാറി നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആകരം. കളർ മാറിയിട്ട് മൊത്തം പല കളറുകളാകരം. പിന്നെ ഇതൊക്കെ പിന്നെ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇലകൾ മൊത്തം നിലത്തൂടെ ആകരം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് ഇടുന്ന ഷോർട്സ് ഇട്ടില്ലേ, അയിത്ത ഓറഞ്ച് ആട്ടോ കാണേ. കണ്ടോ എത്രത്തോളം വലുതാന്ന്. അയിത്ത ഓറഞ്ച് ജ്യൂസിന് മുന്നിൽ ഇടുന്ന വീഡിയോ എടുത്തിന ആളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളുടെ തള്ളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ട്രാവൽ തുടങ്ങിട്ടോ. നമ്മളിന്ന് മോൺട്രംപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പോണത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ പോക്കിൻ്റെ ഉദ്ദേശം അവിടെ കേബിൾ കാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. നമ്മൾ മലമ്പുഴയിലൊക്കെ ഉള്ള റോപ്പ് വേ ഒക്കെ ഉണ്ടല്ലോ, റോപ്പ് വേ തന്നെയല്ല അതിന് പറയാം, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോൾസ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ മരങ്ങളും ഭയങ്കര കളർഫുള്ളായിട്ട് എവിടെ നോക്കിയാലും നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ച പോലെ തോന്നും. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മളിങ്ങനെ പോവുക, താഴെ മൊത്തം കളർഫുള്ളായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് നല്ല ഭംഗിയാവുമല്ലോ. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ ഫോൾസ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ വെച്ച ഒരു പരിപാടിയായിരുന്നു. കാരണം കുറച്ചും കൂടി അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി പോകാൻ. 5 മണിക്കാണ് അതിൻ്റെ ക്ലോസിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു 2:45 ഒക്കെ സമയമായി. ഇന്നത്തെ വീഡിയോയിൽ റോഡും വഴികളും കുറച്ച് അധികമാവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഫോൾസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രത്തോളം ചുവപ്പും പച്ചയും മഞ്ഞയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് കണ്ടിട്ടേ കൈയൊക്കെ തരിക്കുക വീഡിയോ എടുക്കാനിട്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തുക്കണം. നിങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കും. എങ്ങനെ നമ്മൾ വല്ല എന്താ പറയുക ഫ്ലവർ ഷോപ്പിൽ പോയി കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര രസം. സോ ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ മോൺട്രംപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലാണ് നമ്മൾ ആക്ച്വലി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ തന്നെ നമുക്ക് പല സ്പോട്ടുണ്ട് ഈ കേബിൾ കാർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാക്കു ഇതിന് മുന്നേ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അത് കുറേ മുമ്പായതുകൊണ്ട് കാക്കുവിന് സത്യത്തിൽ റൂട്ട് ശരിക്കും ക്ലിയറും അല്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അങ്ങോട്ടുള്ള മാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ലേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ടെൻഷനുണ്ട്. കഷ്ടപ്പെട്ട് വന്നിട്ട് നമുക്കിനി അത് കാണാൻ പറ്റൂലേ എന്നുള്ള. ഫൈനലി നമ്മൾ സ്പോട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയക്കാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ ഹോട്ടൽസോ റിസോർട്ട്സോ ഒക്കെ പോലെ ഉണ്ടോ. പക്ഷേ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഫോണിൽ എത്ര എടുത്തിട്ടും എനിക്ക് മതിയാവുന്നുണ്ടായില്ല. കാരണം എത്രയും നമ്മൾ കണ്ണിൽ കാണുന്ന ആ ഒരു ബ്യൂട്ടി എനിക്ക് എങ്ങനെയായാലും ക്യാപ്ചർ ചെയ്തിട്ട് കിട്ടണില്ല. ലൈറ്റിൻ്റെ പ്രശ്നമോ എന്തൊക്കെയോ. പിന്നെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നും കൂടെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് ആ കളേഴ്സൊന്നും അത്രക്ക് എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ സംഭവം. സ്പോട്ടിലെത്തിപ്പോയി.
എനിക്കിതൊക്കെ ഭംഗി ആസ്വദിക്കാണോ വേണ്ടത്, വീഡിയോ എടുക്കാണോ വേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായി. സത്യത്തിൽ നമ്മളിതൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടിട്ട് എനിക്ക് നമ്മളെ ഒരു ഫിലിം സിറ്റി ഒക്കെ പോലെ, ഫിലിം സിറ്റി ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച പോലെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ട് ക്ലൈമറ്റ് നല്ല നല്ല തണുപ്പായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്തേക്ക് എന്താ പറയുക, ഒരു 14-13 ആ ഒരു റേഞ്ചിലെത്തിന്. അപ്പോൾ നമ്മൾ എപ്പോൾ പോരുമ്പോഴും പിന്നെ നമ്മൾ സെക്യൂരിറ്റിക്ക് ഒരു ഹുഡി പോലെ എന്തെങ്കിലും എടുക്കും. ഞാൻ പിന്നെ ഓൾറെഡി നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിനു, എനിക്ക് തണുപ്പ് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ കാക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കുപ്പായൊക്കെ മാറാം. ആൻഡ് ഇത്രയും മനോഹരമായൊരു പാർക്കിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ രസമല്ലേ. ഇത് നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കിട്ടിയ കുറച്ച് സമയത്തിൽ ഞാൻ വേഗം പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നമ്മൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും പറ്റ രാത്രിയാവും, വൈകും. അപ്പോൾ ലൈറ്റൊക്കെ പോയാൽ പിന്നെ നമുക്ക് ഫോട്ടോ ഒന്നും വൃത്തിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളെ പരിപാടിക്ക് പോയി. ഈ വഴി കാണൂ, നല്ല രസമല്ലേ. നമ്മൾ ലേറ്റായിട്ട് അന്ത പോയിക്കണം. കണ്ട ഇവിടെ ഒരാൾ വിറങ്ങൽ ചോടിന്. ഒരു 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. ഇത് കുട്ടികളൊക്കെ അലറുന്നുണ്ട്, എന്തിനാണാവോ. പക്ഷേ കണ്ടോ വരി. Let's see guys. ഇതിൽ കയറാനാണ് നമ്മൾ ഉസൈൻ ബോൾട്ടിനെ മാതിരി ഓടി ഓടി വന്നത്. നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഒരു വണ്ടിയിൽ കയറി മുകളിൽ അവിടെ സ്പോട്ടിലെത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നെ വേറൊരു വണ്ടിയിലും കൂടെ കയറണം. അങ്ങനെയാണ് നമ്മളെ പരിപാടി. ക്ലോക്ക് ടവർ ഉണ്ട്, സമയം കണ്ടോളൂ, 4:30. 5:30 ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ മാപ്പാണെന്ന് തോന്നുന്നു, വലിയ എന്തോ ഒരു പരിപാടി കാണാണ്ട്. നമ്മളിങ്ങനെ സെൽഫായിട്ട് ഇങ്ങനെ കയറാം കേട്ടോ ഓരോ വണ്ടിയിൽ. നല്ല തിരക്കാം. 23 നമ്മൾ കയറണം കേട്ടോ. കാക്കോടെ പോയി നോക്കാം. നമ്മള് ബാക്കിൽ ഒരു ഫണ്ണി കപ്പിളുണ്ട് കേട്ടോ, ഒരു ഡാൻസ് ഒക്കെ കളിച്ചു. ഇവിടുന്ന് ഭയങ്കര സ്ലോ ആണ്, കുറച്ച് കഴിഞ്ഞത് സ്പീഡാവും തോന്നുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഫോൺ ഉള്ളിലേക്ക് വെക്കാം, ഫോണെങ്ങാനും പോയാലോ. അത് പിടിച്ചു നോക്കാം, സ്പീഡ് കൂടും. സ്പീഡ് കൂടി.
ബസ്സിൽ കയറുമ്പോ പണ്ട് മലമ്പുഴന്ന് ഉമ്മച്ചീനെ മറ്റേ റോപ്പ് വേലി കയറ്റിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാവം ഉമ്മച്ചി ഒറ്റക്ക് ഒന്നില്ലേനു. ഉമ്മച്ചി ഒറ്റക്ക്, ഞങ്ങളെല്ലാരും സെപ്പറേറ്റ് ചെയ്യണു. അല്ല ലൈക്ക് രണ്ടാള് വേറെ, അമ്മ മാത്രം ഒന്നില്ലായി. പാവം നമ്മൾ ശ്രദ്ധിച്ചില്ല. പാവം എന്നിട്ട് അതില് പേടിച്ചിറുകിയാണ് പോന്നെ. ഇപ്പോഴും ആലോചിച്ച് സങ്കടം വരും. നമ്മൾ ഫസ്റ്റ് ഇതിലെത്തില്ല എയർപോർട്ടില്. നമ്മളിനി ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തില് കയറണം. അതിന് പേയ്മെന്റ് ഉണ്ട് കേട്ടോ, ഇത് ഫ്രീ ആണ്. നമുക്ക് ഇറങ്ങാം. ഇത് സ്റ്റോപ്പ് ചെയ്യൊന്നുമില്ല. അതിങ്ങനെ അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായില്ല, മൂവ് ആവുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം. അവിടെ ആളുകൾ പോകുന്നുണ്ട് അവിടെ അങ്ങോട്ട് പോകാൻ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായി, പരിപാടി രസമുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം നമ്മൾ വന്നതിന് നമുക്ക് പേയ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കാണാം. അവിടെ ഇതേപോലെ ഒന്നുണ്ട് കേട്ടോ, പക്ഷെ അത് ക്ലോസ് ചെയ്തു. അത് ഇങ്ങോട്ട് ആളുകളെ ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് കൊണ്ടുപോകണില്ല. ഇനി ഇവിടെ ഒന്നുണ്ട്, അതിലാണ് നമ്മളെ പ്രതീക്ഷ. ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കിട്ടിയാൽ കാണാം. നമുക്കിനി ഇവിടുന്ന് തൊപ്പിയിടാം. തൊപ്പി വെള്ളോ ഇതിലൊന്ന് തന്നോ. Security things. Não, fica com esse. Não é demais. Guys, helmet കിട്ടി. വാവ്. കാക്കൂന് പച്ച, എനിക്ക് നീല. കാക്കൂന് പച്ച, എനിക്ക് നീല. ഇപ്പം ഈ ഒരു കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ വന്ന കേബിൾ കാറിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതിന് ഇനി എന്താ പേരെന്ന് എനിക്കറിയില്ല. ഈ സംഭവത്തിലാണ് നമ്മൾ മേലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ താഴെ കുഞ്ഞി തോണി പോലെ രണ്ട് സാധനം കൊളുത്തി പോണ്. ആ സംഭവത്തിൽ നമ്മൾ മേലെ നിന്ന് ഒരു ചെറിയൊരു വഴി ഉണ്ടാവും. ആ വഴിയിൽ നമ്മൾ തിരിച്ചിറങ്ങും. ഇപ്പോൾ ദാണ്ടോ ഇവർ വരുന്നുണ്ട്. ഇവരൊക്കെ മേലെ പോയി താഴെ ഈ വണ്ടിയിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ അത് കുഞ്ഞു കുട്ടികൾ വരെ ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി വലിയ റിസ്ക് ഒന്നും അതിലുണ്ടാവില്ല എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി. നമ്മളങ്ങനെ വണ്ടിയിൽ കയറി ഗൈസ്. നമ്മൾ ഉന്തിട്ടൊക്കെയാണ് അപ്പാപ്പൻ. കാലിങ്ങനെ ഓരോന്നിലൊക്കെ തട്ടുന്നൊക്കെ തോന്നുന്നുവോ. വേറെ ഓവറാക്കലാണ്. അതാക്കണ ഇവിടെ ഒരു വല കണ്ടോ, ഇതാ ഇതേക്ക് വേണമെങ്കിൽ നമുക്ക് ചാടാം. ആത്മഹത്യ സ്ലോ ആണ് കേട്ടോ, കൊള്ളാം. ആ സൈഡിലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഗൈസ്. കാരണം ഒട്ടും സേഫ്റ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതത്ര തന്നെ എനിക്കും തോന്നണുള്ളൂ. കണ്ടോ, വലിയ സ്പീഡൊന്നുമില്ല. എത്രയുള്ളൂ, ഇത്രയേ പോണുള്ളൂ. ഇവിടെ എന്താ കുറെ ആൾക്കാര് ദൂരം ഇത്ര ഉള്ളു. ഇവിടെ നമ്മൾ ഇറങ്ങുമോ? നമ്മൾ ഇവിടെ ഇറങ്ങും. എന്താ കണ്ടോ, ഈ സ്റ്റോപ്പിൽ ഇറങ്ങും. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടിയിൽ അങ്ങനെ പോവും. ഇതാണ് നമ്മളെ പരിപാടി. ആളുകൾ ഇവിടെ താഴെ വെയിറ്റ് ചെയ്യാണ് അടുത്ത റൈഡിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇത് പൊക്കിയ ബ്രേക്ക്, താത്തിയ പോവും. അതാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇറങ്ങാണ്, വീഡിയോ ഓഫ് ആക്കട്ടെ. നമ്മൾ ആ ഒരു സംഭവത്തിൽ ഇറങ്ങി വന്നിട്ട് ആ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ ആണിത്. മൊത്തം ഭയങ്കര കളർഫുള്ളായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മളിനി ഇവിടെ എത്തിയിട്ട് നമുക്ക് താഴേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ല കുഞ്ഞു വണ്ടി, അതിൽ നമ്മൾ താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ ഈ സംഭവം പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ ഫ്രണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്, മുന്നൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പോവും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും. അത് ചെറിയ പിള്ളേർ വരെ ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കു കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് കാക്കുവിന് അതിൽ കൊള്ളുന്നുണ്ടായില്ല. ചെറിയ കുട്ടികളൊക്കെ ഫ്രീ ആയിട്ട് കാലൊക്കെ ഈസി ആയിട്ട് നീട്ടി വെക്കുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ സംഭവം ഇങ്ങനെ വരുന്നത്, അത് അവിടുന്ന് ആ ഒരു വണ്ടിയിൽ നിന്ന് അതിങ്ങനെ
അങ്ങനെ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ വരിക. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു മാർക്ക് ഒരു കയ്യിൽ തരും. കാരണം നമുക്ക് 2 റൗണ്ട് ഉണ്ട്. രണ്ടാമത് നമ്മൾ വരുമ്പോൾ നമ്മളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് അത് മാർക്കൊക്കെ തന്നിട്ടുണ്ടായിട്ടോ. പിന്നെ പ്രോ ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് റഷായിട്ടോ. അതങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു സംഭവം. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ അറിവിൽ നമുക്ക് ഒറ്റ റൈഡേ ഉള്ളൂ, നമ്മളത് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. മറ്റേ സംഭവത്തിലും കയറി നമ്മൾ ഈ ഒരു റൈഡും കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് തന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് റൈഡ് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാവരും പറഞ്ഞയച്ചിട്ടോ. അപ്പോൾ നമ്മളെ വിചാരമോ നമ്മളത് കഴിഞ്ഞല്ലോ, ലക്കിയാണ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് പോരാണ്. സംഭവം നമ്മളടുത്ത് നൈസായിട്ട് പാളയിൽ വന്നത് ഞങ്ങളടുത്താണ്. നമ്മൾ ഒരു ടിക്കറ്റ് എടുത്താൽ 2 റൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക്. മറ്റേ സംഭവത്തിൽ 2 പ്രാവശ്യം കയറി ആ കുഞ്ഞു വണ്ടിയിൽ 2 പ്രാവശ്യം വരാം. ഞങ്ങളെ വിചാരം ഒറ്റ പ്രാവശ്യമുള്ളൂ എന്നാണ്. നമ്മൾ ഒരു പ്രാവശ്യം കഴിഞ്ഞു, മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പരിപാടി ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പൈസ തിരിച്ചു വേണ്ടവരെല്ലാവരും ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ഇതുകൊണ്ട് വരാം, അല്ലെങ്കിൽ റീഫണ്ട് വേണമെങ്കിൽ കൗണ്ടറിൽ പോയി ചോദിക്കാറോ. ഞങ്ങൾ മണ്ടന്മാരെന്തായി നമ്മളതൊക്കെ കഴിഞ്ഞു ഭാഗ്യം. ഇല്ലട്ടോ സത്യാണ്. എന്നിട്ട് 2 ആളും കാക്കും ഞാനും ഞങ്ങൾ കഴിഞ്ഞു. ഭാഗ്യം കാക്കൂ, നമ്മളെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴേ എന്താ ഓരെന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്താ ഞങ്ങൾ വല്ല നോക്കുമ്പോണ്ടേ ഇല്ലേ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ചെലോലുണ്ട് അവിടെ അങ്ങ് നിൽക്കണേ. അപ്പം ഞങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും 2 റൗണ്ട് ഉണ്ട്. നമ്മളപ്പോൾ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റൗണ്ടിനും കൂടിയുള്ള പൈസ ഒരു തിരിച്ചു തരും. അപ്പോൾ പകുതി പൈസ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളത് അറിയാതെ പോവേനു. അപ്പോൾ സത്യത്തിൽ ഇതിങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് നമ്മൾ അത് 2 റൗണ്ട് ഉള്ളത് അറിഞ്ഞതും പൈസ കിട്ടിയതും. അതന്നെ ഇപ്പൊ ഞാൻ ആലോചിച്ചത്. 2 റൗണ്ട് അല്ലത്, ഒന്ന് പിന്നെ കാറില്, രണ്ടാമത്തത് ആ മോട്ടോർ സൈക്കിളിന്. അത് 2 റൗണ്ട് അടിക്കുക. അത് മഴ ഇതാകെ കൊളായി ആണെന്നല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. 2 സംഭവം എന്തായാലും നമ്മൾ ചെയ്യാത്തൊരു റൗണ്ടിനുള്ള പൈസ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടോ. അതാ പറഞ്ഞത് ആകെ കൊളായി. അതുകൂടി കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. പിന്നെ അവിടെ ലൈറ്റ് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അവിടെ കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഓണായി. അത് വേറൊരു ഭംഗിയായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നേരത്തെ വേറൊരു ദിവസം വന്നിട്ട് അവിടെ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വന്നത് കറക്റ്റ് ടൈമിലാണെന്ന്. അത് വേറെ തന്നെ ഒരു ഭംഗിയേനി. പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചുറ്റടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ പോന്നു കേട്ടോ.